നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പക്വത എന്ന വാക്കിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് നോക്കാം. പക്വത എന്നത് സാധാരണയായി മാനസികവും ബുദ്ധിപരവും സാമൂഹ്യപരവുമായ തിളക്കത്തോടെയുള്ള പൂർണ്ണമായ വളർച്ചയെയും സംവേദനശേഷിയെയും സൂചിപ്പിക്കുന്ന ഒരു ഗുണമാണ്. ഇതൊരു വ്യക്തിയുടെ ജീവിതാനുഭവം, അറിവ്, ബോധം, ചിന്ത, സാമർഥ്യം എന്നിവ ചേർന്നുണ്ടാകുന്ന പ്രൗഢി, ദൃഢമായ മനോഭാവം, സുതാര്യമായ തീരുമാനശക്തി, കരുണയുള്ള സമീപനം എന്നിവയെ പ്രതിപാദിക്കുന്നു. ബുദ്ധിപരമായ പക്വത എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾ സ്വന്തമായും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പഠിച്ചുകൊണ്ട് വിചാരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരു നിലയാണ്. മാനസിക പക്വത പ്രശ്നങ്ങൾ നേരിടുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിച്ച് മനസമാധാനത്തോടെ പ്രതിഭാസിക്കുന്ന ഒരു കഴിവാണ്. സാമൂഹിക ആചാര പക്വത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങളും സ്ഥിതികളും മനസ്സിലാക്കി പരസ്പരം ബലം തുല്യമായി നിലനിർത്തിക്കൊണ്ടുള്ള സാമർഥ്യം ആണെന്ന് നമുക്ക് പറയാം. ജീവിതവുമായി ബന്ധിപ്പിച്ചാൽ പക്വതയുള്ള വ്യക്തി തൻ്റെ പ്രവൃത്തികളുടെ ഫലങ്ങൾ മനസ്സിലാക്കുകയും ദീർഘകാല ഫലങ്ങൾ നിർണയിച്ച് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ആശയവിനിമയത്തിലും ബന്ധങ്ങളിലും അനിവാര്യമായ ക്ഷമ, കരുണ, നിരീക്ഷണശേഷി എന്നിവ കാണിക്കുന്നു. പക്വത നേടിയാൽ ആളുകൾക്കൊപ്പം സമൂഹത്തിലും വ്യക്തിപരമായ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. മൊത്തത്തിൽ പറയുമ്പോൾ പക്വത അനുഭവങ്ങളും അറിവും ചേർന്ന് വളരുന്ന വിവേകപൂർണമായ, ബുദ്ധിമുട്ടും കരുണയുമുള്ള ജീവിതാനുഭവത്തിൻ്റെ സമ്പൂർണ്ണത ആണെന്ന് കാണാം. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തുറന്ന മനസ്സോടെ നോക്കിയാൽ പക്വത ജീവിതവുമായി സാക്ഷാത്കരിക്കുന്നതാണ്. പക്വതയുള്ള വ്യക്തിക്ക് തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന്, കോപം വന്നാലും ദുഃഖമുണ്ടായാലും തീരുമാനം തെറ്റാതെ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ജീവിതത്തിലെ പരാജയങ്ങളെയും പ്രതിസന്ധികളെയും ഒരു ഭീതിയായി കാണാതെ ഒരു പഠനാനുഭവമായി കാണുന്നു. പക്വത ഉള്ളവർ മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധയോടെ കേൾക്കുകയും അനാവശ്യവാദമില്ലാതെ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളിലും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങളിലും അവർ പരസ്പരം കരുണയും ബോധവും പ്രദർശിപ്പിക്കുന്നു. പക്വത ഉണ്ടെങ്കിൽ നീണ്ടകാല ഫലങ്ങൾ കണക്കാക്കി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. ഉദാഹരണത്തിന്, സാമ്പത്തിക തീരുമാനങ്ങൾ, തൊഴിൽ തിരഞ്ഞെടുപ്പ്, വിദ്യാഭ്യാസം മുതലായവയിൽ തത്സമയത്തെ ആഗ്രഹമല്ല, ഭാവിയേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ജോലി അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ പക്വതയുള്ളവർ തർക്കങ്ങൾ കുറയ്ക്കുന്നു, ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നു, അവരോടുള്ള പ്രതീക്ഷകൾക്കും അഭിപ്രായങ്ങൾക്കും അടിസ്ഥാനപരമായി മറുപടിയും നൽകുന്നു. അതേസമയം അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. പക്വതയുള്ള ഒരാൾ സ്വയം പരിഗണന, ആത്മബോധം, ആത്മവിശ്വാസം, ക്ഷമ, കരുണ എന്നിവയിൽ വളരുന്നു. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിനും ചുറ്റുപാടുമുള്ള സമൂഹത്തിനും സമാധാനവും സമത്വവും നൽകുന്നു. പക്വത അനുഭവമുള്ള വെളിച്ചത്തിൽ വളരെ ആഴത്തിൽ നിന്ന് ലഭിക്കുന്ന മനസ്സിൻ്റെ തിളക്കമാണ്. അത് ഓരോ ദിവസവും നിർണായകമായ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നു, ജീവിതത്തെ കൂടുതൽ സമാധാനകരവും വിജയകരവുമാക്കുന്നു. അതെ, പക്വത ഉള്ളവരുടെ സമൂഹത്തിലെ സ്ഥാനം, അവരുടെ വില, സമീപനങ്ങൾ ഇവയെല്ലാം വളരെ പ്രത്യേകതയുണ്ട്. പക്വതയുള്ള വ്യക്തികൾ മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അവരെ മാനിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ അവരുടെ അഭിപ്രായം മാന്യമായി സ്വീകരിക്കുന്നു, കാരണം അവർ തർക്കങ്ങൾ ഒഴിവാക്കി തത്വസമ്പന്നമായ മുന്നണികൾ നൽകുന്നു. പക്വത ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിൻ്റെ ഏറ്റവും സുതാര്യമായ ഒരു ലക്ഷണമാണ്. പക്വത ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ബോധത്തിൻ്റെ വിജയമാണ്. പണം, സ്ഥാനം, പ്രശസ്തി ഇവ പരിപൂർണമായി നൽകുന്നതില്ലാത്ത ആന്തരിക സമാധാനം, വിശ്വാസം, ബഹുമാനം എന്നിവ പക്വത വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പക്വത എന്ന വാക്കിൻ്റെ ആഴം എന്താണെന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ദോഷങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്വത ഇല്ലാത്തവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ഈ ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.